ഹലോ ഗൈസ്, ഒരു ദിവസം 8,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു 8,000 രൂപ ലാഭം നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ബിസിനസ് പ്ലാനിനെ കുറിച്ചിട്ടാണ്, ഒരു മാനുഫാക്ചറിങ് ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങണം എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുമാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ സു, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഓണിയൻ പൗഡറിനെ കുറിച്ചിട്ടാണ്. ഉള്ളിപ്പൊടി അല്ലെങ്കിൽ ബിസിനസ് ഇതിൻ്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് വളരെ നല്ല ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങി നല്ല ഹൈ ഡിമാൻഡുള്ളതും നല്ല പ്രോഫിറ്റ് ലഭിക്കുന്നതുമായിട്ടുള്ള സൂപ്പർ ബിസിനസ്സാണ്. ഒരുപാട് കമ്പനികൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഓണിയൻ പൗഡർ എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഷെൽഫ് ലൈഫുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ബേക്കറി, അതേപോലെ തന്നെ ഹോട്ടലുകൾ, ഇതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, എന്താണ് ഇതിൻ്റെ പ്രോസസ്സിങ് മെത്തേഡുകളും, എന്തൊക്കെ മെഷീനറീസാണ് ഇതിന് വേണ്ടത്, എത്ര രൂപയാണ് ഇതിൻ്റെ ഒരു വരുമാനവും കാര്യങ്ങളൊക്കെ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയണത് തന്നെ നമുക്ക് വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് രീതി എന്ന് പറയുന്നത്. കാരണം സവാള മേടിക്കുന്നു, അതിനെ സ്ലൈസ് ചെയ്യുക, അതിനെ ഡ്രൈ ആക്കുക, പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്, പാക്ക് ചെയ്ത് വിടുക. അപ്പോൾ ഈ ഒരു സിമ്പിൾ മെത്തേഡിലൂടെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് നടക്കുന്നത്. ഇതെങ്ങനെ തുടങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് മേടിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റോ മെറ്റീരിയൽസ് മേടിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു ചെറിയ ടാസ്ക്. കാരണം നമ്മൾ പല രീതിയിലും ഇതിൻ്റെ റേറ്റ് വേരിയേഷൻ ഉണ്ടാവാറുണ്ട്. ഉള്ളിയുടെ വില താഴ്ന്നിട്ടും പൊങ്ങിയിട്ടൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ താഴ്ന്ന് നിൽക്കുന്ന സമയങ്ങളിൽ ഇത് നല്ല രീതിയിൽ ബൾക്കായിട്ട് നമ്മൾ വാങ്ങി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റൊക്കെ നമ്മൾ നല്ല രീതിയിൽ വാച്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വില താഴ്ന്ന് നിൽക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഇത് ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല രീതിയിൽ എടുക്കുന്നത് കൊണ്ട്, ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ നമ്മൾക്കിതിൻ്റെ സാധനം പർച്ചേസ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നോർമലി ഇപ്പോൾ ഒരു സീസൺ ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 രൂപ മുതൽ 30 രൂപ വരെയൊക്കെ ഒരു kg ഉള്ളിക്ക് വരാറുണ്ട്. ഇപ്പോൾ വലിയ മാർക്കറ്റുകളിൽ നിന്നൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെയൊക്കെ കിട്ടും. ഇപ്പോൾ ഈ പൊള്ളാച്ചി, ഈ റോഡ്, ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മളിപ്പോൾ ഇത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 10 രൂപ മുതൽ 30 രൂപ വരെയുള്ള മാർക്കറ്റിൽ നമുക്ക് ഈ റേറ്റിൽ നമുക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങി കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് രീതി എന്ന് പറയുന്നത്, ആദ്യം ഇതിൻ്റെ തൊലി കളഞ്ഞ് വാഷ് ചെയ്യുക, അതേപോലെ അത് സ്ലൈസായി കട്ട് ചെയ്യുക, നന്നായിട്ട് ഡ്രൈ ആക്കുക. അത് വെയിലത്ത് വെച്ച് ഉണക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഡ്രയർ മെഷീൻ മേടിച്ചിട്ട് നമുക്ക് അങ്ങനെ ഉണക്കാം. ഇപ്പോഴത്തെ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് മൂവിങ് ബിസിനസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡ്രയർ മെഷീൻ നമ്മൾ വാങ്ങി നല്ല രീതിയിൽ ഉണക്കിയെടുത്ത് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു ഗ്രൈൻഡറും കൂടി മേടിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ പൗഡറാക്കി പാക്ക് ചെയ്ത് വിടുക എന്നുള്ളതാണ്. പിന്നെ ഇതിന് ആവശ്യമായിട്ട് വരുന്ന മെഷീൻസ് എന്ന് പറയുന്നത്, നമുക്ക് മെയിനായിട്ട് ഇതിന് ഒരു സ്ലൈസ് ചെയ്യാനുള്ള മെഷീൻ വേണം. ഓക്കെ, ഓണിയൻ സ്ലൈസ് മെഷീൻ വേണം. അതൊരു 10,000 രൂപ മുതൽ 30,000 രൂപ വരെയൊക്കെ ഏകദേശം റേറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്രയർ മെഷീൻ വേണം. ഓക്കെ, 30,000 രൂപ മുതൽ 1 ലക്ഷം വരെയൊക്കെയുള്ള ഉണ്ട്. പല കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള മെഷീൻസ് നമുക്കിന്ന് അവൈലബിൾ ആണ്, ഡ്രയർ മെഷീൻസ്. അതുപോലെ തന്നെയാണ് ഒരു ഗ്രൈൻഡർ മേടിക്കുന്നത്. നമുക്ക് 20,000 രൂപ മുതൽ 50,000 രൂപ വരെ ഗ്രൈൻഡർ മെഷീൻ വരുന്നുണ്ട്. സീലിംഗ് മെഷീൻ വരുന്നുണ്ട്. 2,000 രൂപ മുതൽ 10,000 രൂപ വരെ 6 എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ രീതിയിലൊരു സെറ്റപ്പ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10,000-50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ കമ്പനി അല്ലെങ്കിൽ ചെറിയ പ്ലാന്റ് നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ കഴിയും.
പിന്നെ ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് ലെവൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു 1 കിലോ ഉള്ളി മേടിച്ച് നമ്മൾ ഇത് പൊടിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ 10 ഗ്രാം പൗഡറാണ് കിട്ടുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കിലോ മേടിച്ച് കഴിഞ്ഞാൽ 10 കിലോ ഓണിയം നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുക 1 കിലോ പൗഡറാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു 10 കിലോ ഓനിയൻ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 20 രൂപ റേഞ്ച് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 200 രൂപ, പിന്നെ ഒരു പ്രോസസ്സിങ് പ്ലസ് പാക്കേജിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപ, ടോട്ടൽ കോസ്റ്റ് നമ്മളൊരു 300 രൂപ പെർ kg പൗഡർ ഉണ്ടാക്കാൻ നമുക്ക് ചിലവായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ട്, അതൊക്കെ പക്കയാവണം എന്നല്ല ഞാൻ പറയണത്. ഇതിൻ്റെ താഴ്ന്നും കുറഞ്ഞിട്ടൊക്കെ നിൽക്കാം, അതൊരു മാർക്കറ്റ് റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഔട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൗഡർ നമ്മൾ കാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ വിൽക്കാൻ കഴിയുന്ന ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 600 രൂപ മുതൽ 800 രൂപ വരെയാണ്. അപ്പോൾ ഒരു 10 കിലോ ദിവസം നമ്മൾക്ക് പൗഡർ ഉണ്ടാക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 800 രൂപ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 8000 രൂപ തന്നെ നമുക്കൊരു ദിവസം സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ റീറ്റെയിൽ പ്രൈസ് നോക്കണമെന്നുണ്ടെങ്കിൽ 1000 രൂപ മുതൽ 1500 രൂപ വരെ ഇതിൻ്റെ kg പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഹോൾസെയിൽ പ്രോഫിറ്റും നമുക്ക് ഏകദേശം 300 രൂപ മുതൽ 500 രൂപ ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാലും, അല്ലെങ്കിൽ റീറ്റെയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1000 രൂപ വരെയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് മാക്സിമം നമ്മൾ ഇതുപോലെയുള്ള കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ബയേഴ്സിന് നമ്മൾ കണ്ടെത്തണം. അത് നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ആരൊക്കെയാണ് ഇതിൻ്റെ ബയേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ബേക്കറികൾ, അതേപോലെ തന്നെ ഹോട്ടൽസ്, അവരൊക്കെയാണ് ബൾക്ക് ആയിട്ട് ഇത് ബൈ ചെയ്യാം. അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറി ഷോപ്പുകളിലൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കുക പാക്കറ്റുകളൊക്കെ ആയിട്ട്. അതുപോലെ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് വിൽക്കാൻ കഴിയും. പിന്നെ നമുക്ക് നല്ല സ്വന്തം ബ്രാൻഡിൽ നമുക്ക് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് നമുക്ക് ഷോപ്പുകളും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ കഴിയും. ഓക്കെ, പിന്നെ ഇതിന് വേണ്ട ലൈസൻസ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FSSAI ലൈസൻസ് വേണം. അതൊരു ഫുഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് FSSAI എടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഉണക്കം നമ്മൾ ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ ഡ്രൈ ചെയ്തെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ ഫംഗസ് വരാൻ സാധ്യതയുണ്ട്. നമ്മളൊരു പകുതി ഉണക്കത്തിലോ അല്ലെങ്കിൽ മുഴുവനായിട്ട് 100% ഉണങ്ങാതെ നമ്മളത് പൊടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നാശമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% ഡ്രൈ ആയതിനു ശേഷം മാത്രം അതിനെ പൊടിച്ച് പാക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നല്ല ആയിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്ത് വിടുക എന്നുള്ളതാണ്. പിന്നെ നല്ല ക്വാളിറ്റിയും അതേപോലെ തന്നെ നല്ല അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു മാനുഫാക്ചറിങ് രീതിയിലുള്ള ബിസിനസ്, ഇപ്പോൾ ഈ പറഞ്ഞ മിഷനറീസൊക്കെ നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്കറിയാം, മുദ്ര ലോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു സംരംഭ ലോണുകളൊക്കെ ഇതിൻ്റെ മേൽ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്പേസും നല്ലൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ഗെറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയുന്ന ഒരു ബെസ്റ്റ് ബിസിനസ്സും ബെസ്റ്റ് പ്രൊഡക്റ്റുമാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത് ഓണിയൻ പൗഡർ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കുക, പഠിച്ചു നോക്കുക, എന്നിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.